ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഒരു റൈസ് വെറൈറ്റിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ മെയിൻ താരം വെളുത്തുള്ളിയാണേ. ഇതിനു മുന്നേ നമ്മൾ ഒനിയൻ റൈസല്ലേ തയ്യാറാക്കിയത്. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ അല്ലായിരുന്നോ? അതുപോലെ ഈ റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എന്നാൽ പിന്നെ ഗാർലിക് റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ? ഗാർലിക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 8 മുതൽ 10 അല്ലി വരെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിലും മാറ്റം വരുത്താവുന്നതാണ്. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരയണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ്ക്ക് പകരം നമുക്ക് ബട്ടറോ എണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മുളക് പൊടിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് ആ നെയ്യിലിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ച മണം മാറി ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെയും മുളക് പൊടിയുടെയൊക്കെ വഴണ്ട് വരുന്ന ആ നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലെത്തുമ്പോൾ വീണ്ടും ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ അളവിൽ വരെ വെള്ളം മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗാർലിക് റൈസിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചോറ് ഇവിടെ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഏതരി വേണമെങ്കിലും ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. മതി റൈസോ ജീരക റൈസോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതരി വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ട് ചോറിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് എരിവിനനുസരിച്ച് ചോറിൻ്റെ അളവ് കൂട്ടാവേ. ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് ആ ഗാർലിക് മസാല എടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കാം. ഇല്ല, മസാല അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം. നന്നായിട്ട് ഈ ചോറും ഗാർലിക് മസാലയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചോറും മസാലയും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഗാർലിക് റൈസിന് ഒരു പ്രത്യേക മണവും ഫ്ലേവറും കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഗാർലിക് റൈസിന് ഒരു ചെറിയ പുളിപ്പും കൂടെ കിട്ടും. ഇപ്പം നമ്മുടെ ഗാർലിക് റൈസ് ഏകദേശമല്ല മുഴുവനായിട്ടിവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ മണം മതി നമുക്ക് ഈ ചോറിൻ്റെ ടേസ്റ്റ് അറിയാൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. കൂടാതെ ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ എന്ത് കറി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ലഞ്ചിന് നമുക്കിത് തയ്യാറാക്കാവുന്നതാണേ. കുറച്ച് സമയം കൊണ്ടും കുറച്ച് സാധനങ്ങൾ കൊണ്ടും നമുക്കിതുപോലെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കൂടാതെ ഇതിൻ്റെ ഫുൾ റെസിപ്പി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ ബൈ. Thank you.